അസ്സലാമു അലൈക്കും. ഹവ്വാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയ നല്ല പഞ്ഞി പോലത്തെ ഒരപ്പം വെള്ളയപ്പം ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്, മരം പോലെയൊന്നും ഇരിക്കണില്ല. ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഇതിനൊന്നും ഒരു അപ്പോഴും ഈ പഞ്ഞി പോലെ തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റാണ്, നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരപ്പമാണ്. സോഡാപ്പൊടി ഐസ്ഡ് ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ പച്ചരിയാണ് വെള്ളത്തിലിടുന്നത്. ഒരു 3 കപ്പ് പച്ചരി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിടും. രാവിലെ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ്. വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ശേഷമാണ് ഞാനിത് അരക്കുന്നത്. അതിലേക്ക് ഞാൻ ആ കുതിർത്ത വെള്ളമല്ല എടുക്കുന്നത്, നല്ല തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. ഐസിട്ട് അടിച്ചാലും നല്ലതാണ്. അത്രയും നല്ല തണുപ്പ് അത്രയും നല്ലതാണ്. ഐസാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഐസ് ഇല്ലാത്തതുകൊണ്ട് ഐസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ല തണുത്ത ഐസ് വെള്ളം ഒഴിച്ചിട്ട് ഈ അരിയെല്ലാം കുതിർത്തെടുത്ത അരിയെല്ലാം നല്ലതുപോലെ അടിച്ചെടുക്കണം. ലാസ്റ്റത്തെ ഇതിലേക്ക് അരിയിലേക്ക് കുറച്ച് 1 കപ്പ് തേങ്ങയും 1 കപ്പ് ചോറും ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുന്നത് ഇത് നല്ല മുരിഞ്ഞ് കിട്ടാനായിട്ടാണ്. അതിലേക്കും കുറച്ച് തണുത്ത വെള്ളം തന്നെ ഒഴിക്കണം. എന്നിട്ട് ഉപ്പ് ഞാനിപ്പോൾ ഇടൂല, അത് ചൂടാൻ നേരം ഇടുള്ളൂ. പഞ്ചസാരയും കൂടെ ഇട്ട് അതെല്ലാം കൂടെ നന്നായി അടിച്ച് അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കണം. ഒഴിച്ച് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ കൈകൊണ്ട് നല്ലോണം അടിച്ചെടുക്കണം. കൈകൊണ്ടല്ല മിക്സ് ചെയ്യേണ്ടത്, കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ല അടിച്ചടിച്ച് മിക്സ് ചെയ്യണം. നല്ല അടിച്ച പോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് ഇത് നല്ല പതഞ്ഞ് പൊങ്ങി വരുള്ളൂ. ഒരു സോഡാപ്പൊടി ഈസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഇത് നല്ലോണം പൊങ്ങി വരും. നല്ല പഞ്ഞി പോലത്തെ അപ്പം ഉണ്ടാക്കാൻ പറ്റും. നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കണം. രാത്രി ഓവർനൈറ്റ് ഇരിക്കണം. മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം രാവിലെ ഇത് നല്ലോണം പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വലിയ പാത്രമാണ് എടുത്തേക്കുന്നത്. ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ പൊങ്ങി പുറത്തേക്ക് പോകും. അതുകൊണ്ടൊരു വലിയ പാത്രത്തിലാണ് ഞാൻ ഈ പൊടി ഇട്ട് വെച്ചേക്കുന്നത്, ഈ മാവ്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മാവ് ഒരു കയ്യിലുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ചൂടാനായിട്ട്. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പിടണത്. രാത്രി തന്നെ ഉപ്പിട്ട് വെക്കൂല. രാത്രി ഉപ്പിട്ട് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ചൂടാൻ നേരത്താണ് ഉപ്പിട്ട് വെക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് ഈ അപ്പം. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കണത്. നല്ല ഈ മായമൊന്നും ചേർത്ത് ഈസ്റ്റും സോഡാപ്പൊടിയും അങ്ങനെയൊന്നും ഇട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റായ അപ്പം കിട്ടും. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചേക്കുന്നത്. അതിൽ ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് ചുറ്റിക്കണം. ചുറ്റിച്ചതിന് ശേഷം അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് നല്ലോണം വെന്തിട്ടുണ്ടാവും. അത് തുറന്ന് അരികൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര കുറച്ച് ചേർക്കുന്നത്. നല്ല മുരിഞ്ഞ് വരും അരികൊക്കെ. എന്നാലും നല്ല മരം പോലെയൊന്നും ഇരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കി വെക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ആരും ചെയ്യാറില്ല, വെറുതെ കണ്ടുകൊണ്ട് പോകാറാണ്. ആ ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് അമർത്തണം. ഷെയർ ചെയ്യണം. കമൻ്റ് ഇടാനും മറക്കരുത്. ഇതുപോലെ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെള്ളയപ്പം നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിട്ടാലും ഉച്ചയാകുമ്പോഴേക്കൊന്നും മരം പോലെ ഒന്നും ഇരിക്കുകയൊന്നുമില്ല. നല്ല പഞ്ഞി പോലെ തന്നെ ആ സമയമായാലും അതേപോലെ തന്നെ ഇരുന്നോളും. നല്ലൊരു കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.